കഴിഞ്ഞ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചത്. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് എതിരെയാണ് വെള്ളാപ്പള്ളി നിലപാടെടുക്കുകയും ഏത് മക്കുടനാണ് ഇനി KPCC പ്രസിഡന്റായി വരുന്നത് എന്ന ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും കോൺഗ്രസ് ഈഴവ സമുദായത്തിന് എതിരെയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ക്രൈസ്തവ സഭയ്ക്കും മുസ്ലിം നേതൃത്വത്തിനും കീഴടങ്ങിയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പറഞ്ഞു വെച്ചു വെള്ളാപ്പള്ളി നടേശൻ. സണ്ണി ജോസഫ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വന്നതുകൊണ്ട് കാര്യമില്ല എന്നും അദ്ദേഹം തുറന്നടിച്ച് പറയുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ആന്റോ ആന്റണി രംഗത്ത് വന്നിരിക്കുന്നത്. ആന്റോ ആന്റണി KPCC പ്രസിഡന്റാകുമെന്ന് കരുതിയതാണ്. ആ ഘട്ടത്തിലാണ് ആന്റോ ആന്റണിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് വെള്ളാപ്പള്ളി നടേശൻ. അതിനുശേഷമാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാകുന്നത്. സണ്ണി ജോസഫിനെയും വിമർശിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സണ്ണി ജോസഫിന് വെള്ളാപ്പള്ളി നടേശന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആന്റോ ആന്റണി രംഗത്ത് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ സണ്ണി ജോസഫിനെ വിമർശിച്ചതിനെ വിമർശിക്കുക, അതാണ് ഞാൻ ചെയ്തത് എന്ന് വരുത്തി തീർത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ രണ്ട് വാക്ക് പറയുക, അതാണ് ആന്റോ ആന്റണിയുടെ ലക്ഷ്യം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കടന്നാക്രമിച്ചത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. അത് ഇങ്ങനെയാണ്: നിയുക്ത KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ തരംതാണ പ്രസ്താവന കണ്ടു. അതാണ് എന്നെ ഇങ്ങനെ എഴുതാൻ പ്രേരിപ്പിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എനിക്കെതിരെയും അദ്ദേഹം ഇത്തരം പ്രസ്താവന നടത്തുകയുണ്ടായി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഉപജാപക സംഘമാണ്. എന്നെ ആക്രമിച്ചതിലൂടെ അവരുടെ ലക്ഷ്യം സാധൂകരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവർ അടങ്ങിയിട്ടില്ല. സണ്ണി ജോസഫിനെയും അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ എൻ്റെ നിലപാട് തുറന്നു പറയാൻ തീരുമാനിച്ചത്. സണ്ണി ജോസഫ് വളരെ മാന്യനായ പൊതുപ്രവർത്തകനാണ്. 24 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം കണ്ണൂരിലും ഞാൻ കോട്ടയത്തും DCC പ്രസിഡന്റ് ആകുന്നത് ഒരുമിച്ചാണ്. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒടുവിലാണ് അദ്ദേഹം DCC പ്രസിഡന്റ് ആയത്. ഒരു ജനപ്രതിനിധി ആകാനുള്ള എല്ലാ അർഹത ഉണ്ടായിട്ടും 40 വർഷം അതിനുവേണ്ടി അദ്ദേഹം കാത്തിരിക്കേണ്ടി വന്നു. അർഹതയില്ലാതിരുന്നിട്ടും അത്യുന്നതമായ പദവികൾ ലഭിച്ചിട്ടും അധികാരത്തിന്റെ ആർത്തി മൂത്ത് കോൺഗ്രസിനെ തകർക്കാനും പിളർത്താനുമൊക്കെ ശ്രമിച്ച നേതാക്കൾ ഉള്ള പാർട്ടിയിലാണ് സണ്ണി ഇത്ര സൗമ്യ മനത്തോടെ നിലപാട് സ്വീകരിച്ചത്. അത്രയും രാഷ്ട്രീയ മാന്യതയുള്ള സണ്ണി ജോസഫിനെയാണ് ഒരു മാന്യതയുമില്ലാതെ വെള്ളാപ്പള്ളി നടേശൻ ആക്രമിക്കുന്നത്. സണ്ണി ജോസഫിന്റെ KPCC പ്രസിഡന്റായുള്ള കടന്നുവരവ് ഉപജാപക വൃന്ദം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമായി. അങ്ങനെ സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കും. ദുർബലമായ കോൺഗ്രസിൽ സ്ഥാനങ്ങൾക്ക് പ്രസക്തിയില്ല. ശക്തമായ കോൺഗ്രസിൽ പ്രവർത്തകനായി നിൽക്കുന്നതാണ് അഭിമാനം. ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂലിയെഴുത്ത് നടത്തുന്ന ചിലർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KC വേണുഗോപാലിനെ മ്ലേച്ഛമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. ഇന്ത്യൻ മതേതരത്വം കാക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും രാഹുൽ ഗാന്ധിയോടൊപ്പം പാർലമെന്റിന്റെ അകത്തും പുറത്തും നടത്തുന്ന പോരാട്ടങ്ങളിലൂടെ ഇന്ത്യയിലെ മതേതരത്വ ശക്തികൾക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കുന്ന നേതാവാണ് KC എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇത്തരം കൂലിയെഴുത്തുകാരുടെ എഴുതുന്ന മഷിയുടെ വില പോലും ജനങ്ങൾ കൽപ്പിക്കുന്നില്ല. KCയുടെ പിന്നിൽ ഇന്ത്യയിലെയും കേരളത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ ഉറച്ചു നിൽക്കും. വെള്ളാപ്പള്ളി നടേശൻ BJPയുടെയും CPMന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ശക്തമായി തുടരട്ടെ. കോൺഗ്രസിന് ഉപദേശം നൽകാൻ സമയം എടുക്കേണ്ട. കോൺഗ്രസിന്റെ കാര്യം നോക്കാൻ കോൺഗ്രസിന് പ്രാപ്തിയുണ്ട്. സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. സണ്ണി ജോസഫിന് ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശനെ വിമർശിക്കുന്നത്. അത് സ്വാഭാവികമാണ്. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ആന്റോ ആന്റണിയെയും പരിഗണിച്ചതാണ്. വെറും പരിഗണിക്കലല്ല, ആദ്യം പരിഗണിച്ചത് ആന്റോ ആന്റണിയെയാണ്. ആന്റോ ആന്റണി തന്നെയായിരിക്കും KPCC പ്രസിഡന്റ് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചതാണ്. അതിന് കോൺഗ്രസിന്റെ മുന്നിൽ ചില കാരണങ്ങളും ഉണ്ടായിരുന്നു. അത് ഒന്ന്, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആൾ KPCC പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ്. മറ്റൊന്ന്, മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരാൾ, അതും ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ KPCC പ്രസിഡന്റ് ആകണം എന്നുള്ളതാണ്. കാരണം മധ്യ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വോട്ടർമാർ ഉള്ളത്. മധ്യ കേരളത്തിലെ ക്രൈസ്തവ വോട്ടർമാർ എപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്നവരാണ്.
കോൺഗ്രസിന്റെ ശക്തി തന്നെ ഈ ക്രൈസ്തവ വോട്ട് ബാങ്കാണ്. അടുത്ത കാലത്ത് ആ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടായി. അതിൽ ഒന്നാമത്തെ കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ട് LDF ചേർന്നതാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടാൽ ഒന്നും സംഭവിക്കില്ല, ജോസ് കെ മാണിക്ക് ഒരു സ്വാധീനവുമില്ല എന്നാണ് അന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല. മാണി ഗ്രൂപ്പിനാണ് മധ്യ കേരളത്തിൽ ക്രൈസ്തവ മതവിഭാഗങ്ങൾക്ക് ഇടയിൽ വലിയ സ്വാധീനമെന്ന് വോട്ട് എടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ആ വിഭാഗത്തെ അടുപ്പിക്കണം എന്നത് ഒന്നാമത്തെ കടമയാണ്. രണ്ടാമത്തെ കടമ എന്ന് വെച്ചാൽ പുതിയ പ്രസിഡന്റിന്റെ രണ്ടാമത്തെ കടമ, ക്രൈസ്തവ മതവിഭാഗത്തിൽ നിന്ന് വലിയ ഒരു വിഭാഗം BJPയോട് അടുക്കുന്നുണ്ട്, അത് തടയണം. ഇതാണ് രണ്ട് കടമകൾ KPCC പ്രസിഡന്റിന്റെ മുന്നിലുള്ളത്, ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട KPCC പ്രസിഡന്റിന്റെ മുന്നിലുള്ളത്. അതിന് ഏറ്റവും അനുയോജ്യമാവുക മധ്യ കേരളത്തിൽ നിന്ന് ഒരാൾ KPCC പ്രസിഡന്റ് ആകുന്നതാണ്. ഇതാണ് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയത്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായ ഭാഷയിൽ ആന്റോ ആന്റണിയുടെ കുടുംബാംഗങ്ങളും സഹോദരങ്ങളും നടത്തിയ അഴിമതിയുടെ കഥകൾ അടക്കം പറഞ്ഞുകൊണ്ടാണ് ആന്റോ ആന്റണിക്കെതിരെ കടന്നാക്രമണം നടത്തിയത്. ചില ഓൺലൈൻ മാധ്യമങ്ങളിലും ഇത്തരം വാർത്തകൾ വരികയും ചെയ്തിരുന്നു. അത് ആന്റോ ആന്റണിക്ക് വിനയായി മാറിയിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ്. ഓൺലൈൻ മാധ്യമങ്ങളിൽ വാർത്ത വന്നതല്ല, വെള്ളാപ്പള്ളി നടേശൻ അത് ഏറ്റെടുത്തതാണ് കോൺഗ്രസിന് തലവേദനയാകുകയും ആന്റോ ആന്റണിയുടെ KPCC പ്രസിഡന്റ് സ്ഥാനം തെറിക്കുകയും ചെയ്തത്. അതിൽ ഒരു അരിശമുണ്ട് ആന്റോ ആന്റണിക്ക്. അത് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സണ്ണി ജോസഫിനെ അനുകൂലിച്ച് എഴുതുന്നു എന്ന് വരുത്തി വെള്ളാപ്പള്ളി നടേശനെതിരെ രണ്ട് വാക്ക് പറയുക. സാധാരണ സാമുദായിക നേതാക്കൾക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി വിമർശനം ഉന്നയിക്കാറില്ല. സമുദായ നേതാക്കൾ കോൺഗ്രസിനെതിരെ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അങ്ങനെ പറയാൻ അവർക്ക് അധികാരമുണ്ട്. കോൺഗ്രസിനെ വിമർശിക്കാൻ എല്ലാവർക്കും അർഹതയുണ്ട്, അത് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് മെല്ലെ തടിയൂരുകയാണ് ചെയ്യുക കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ ഇവിടെ ആന്റോ ആന്റണി ചെയ്യുന്നത് സണ്ണി ജോസഫിനെ മറപിടിച്ച് വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കുകയാണ്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ ഇത് സംബന്ധിച്ച് എന്ത് പറയും എന്നതാണ് അടുത്ത കാര്യം.